നന്മ 24ലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ 39ാം എറണാകുളം ജില്ലാ സമ്മേളനം തൃക്കാക്കര നഗരസഭ കമ്മ്യൂണിറ്റി ഹാളിൽ ഈ മാസം 15, 16 തീയതികളിൽ നടക്കും. ഇതുമായി ബന്ധപ്പെട്ട വാർത്താ സമ്മേളനം കാക്കനാട് PWD റെസ്റ്റ് ഹൗസിൽ നടന്നു. 39ാം ജില്ലാ സമ്മേളനം തൃക്കാക്കര വെച്ച് നടക്കുകയാണ്. പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിലാണ്. കമ്മ്യൂണിറ്റി ഹാളിന് നമ്മൾ പേര് കൊടുത്തിരിക്കുന്നത് ഉമ്മൻചാണ്ടി നഗർ എന്നാണ്. വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് തൃക്കാക്കര ഒരു സമ്മേളനം നടക്കുന്നത്, ജില്ലാ സമ്മേളനം നടക്കുന്നത്. കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ടാണ് തൃക്കാക്കര ഒരു ജില്ലാ സമ്മേളനം നടക്കുന്നത്. എറണാകുളം ജില്ലയിൽ 14 നിയോജകമണ്ഡലങ്ങളിലുണ്ട്. ഈ 14 നിയോജകമണ്ഡലങ്ങളിലും ഞങ്ങളുടെ ജില്ലാ സമ്മേളനം നടന്നു കഴിഞ്ഞു. അതിനുശേഷമാണ് ഇപ്പോൾ ഇവിടെ തൃക്കാക്കര ഒരു ജില്ലാ സമ്മേളനം ഡിസംബർ 15, 16 തീയതികളിൽ നടത്തുന്നത്. ഡിസംബർ 16-ാം തീയതി ശനിയാഴ്ചയാണ് ഞങ്ങളുടെ മുഖ്യ സമ്മേളനം, പ്രധാനപ്പെട്ട സമ്മേളനം നടക്കുന്നത്. വനിതാ സമ്മേളന നഗരിയിലേക്ക് നമ്മൾ മാർച്ച് ഞങ്ങൾ വെച്ചിട്ടുണ്ട്. പങ്കെടുക്കുന്ന പ്രതിനിധികളുടെ ഒരു മാർച്ചോട് കൂടിയാണ് സമ്മേളനം ആരംഭിക്കുന്നത്. തുടർന്ന് രജിസ്ട്രേഷനും ഒക്കെ നടക്കുന്നു. അതോടൊപ്പം ഉദ്ഘാടന സമ്മേളനം ബഹുമാനപ്പെട്ട MLA-യും അതോടൊപ്പം സാഹസംഘം ചെയർപേഴ്സണുമായ ശ്രീമതി ഉമാ തോമസ് ആണ് അതിനകത്ത് ഉദ്ഘാടന സമ്മേളനത്തെ അധ്യക്ഷത വഹിക്കുന്നവരാണ്. ഉദ്ഘാടനം ചെയ്യുന്ന സ്ഥലം MP കൂടിയായ യുവത്വത്തിന്റെ പ്രതീകം കൂടിയായ ഹൈബി ഈഡൻ MP ആണ്. അതോടൊപ്പം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് അതിനകത്ത് മുഖ്യ പ്രഭാഷണം നടത്തുന്നു. ആദരിക്കുന്ന പ്രായമായവരെ, അതോടൊപ്പം നല്ല പ്രായമായവരെയൊക്കെ ആദരിക്കുന്ന K. ബാബു MLA ആണ്. അതോടൊപ്പം എറണാകുളം ജില്ലയിലെ UDF-ന്റെ പ്രധാനപ്പെട്ട MLA-മാരെല്ലാം പങ്കെടുക്കുന്ന അൻവർ സാദത്ത് MLA, അനൂപ് ജേക്കബ് MLA, TJ വിനോദ് MLA, ഡോക്ടർ മാത്യു കുരുനാടൻ MLA, റോജി M. ജോൺ MLA, എൽദോസ് കുന്നപ്പള്ളി MLA തുടങ്ങിയ നേതാക്കളൊക്കെയാണ് അതിനകത്ത് പങ്കെടുക്കുന്നത്. അതോടൊപ്പം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉല്ലാസ് തോമസ് പങ്കെടുക്കുന്നു. ഇവിടെ നിന്നുള്ള കോൺഗ്രസിന്റെ പ്രമുഖരായ നേതാക്കളും UDF-ന്റെ പ്രമുഖരായിട്ടുള്ള നേതാക്കളുമാണ് ആ ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന് 1,00,000-ൽ കൂടുതൽ അംഗങ്ങളാണ്. എറണാകുളം ജില്ലയിൽ 5,500-ഓളം അംഗങ്ങളാണ് നമുക്ക് നിലവിലുള്ളത്. വളരെ നല്ല തോതിൽ എല്ലാ നിയോജകമണ്ഡലങ്ങളിലും 14 നിയോജകമണ്ഡലങ്ങളിലും ഞങ്ങൾക്ക് വളരെ ശക്തമായ നിയോജകമണ്ഡലം കമ്മിറ്റികളുണ്ട്. അതോടൊപ്പം എല്ലാ പഞ്ചായത്തുകളിലും യൂണിറ്റുകളുണ്ട്, മുനിസിപ്പാലിറ്റികൾ യൂണിറ്റുണ്ട്. എല്ലാ പഞ്ചായത്തുകളിലെയും യൂണിറ്റുകളിൽ മണ്ഡലം കമ്മിറ്റികൾ എന്നാ പറയുന്നത്. അവിടെയൊക്കെ മണ്ഡല സമ്മേളനങ്ങൾ വളരെ വിപുലമായ തോതിൽ നടക്കുന്നു. തുടർന്ന് നിയോജകമണ്ഡല സമ്മേളനങ്ങൾ നടക്കുന്നു. ജില്ലാ സമ്മേളനം അതിനുശേഷമാണ് ഇപ്പോൾ നമ്മൾ തീരുമാനിച്ചുള്ളത്. ഡിസംബർ 15, 16 തീയതികളിലാണ്. സംസ്ഥാന സമ്മേളനം തീരുമാനിച്ചിരിക്കുന്നത് ഫെബ്രുവരി മാസം 5, 6, 7 തീയതികളിൽ തിരുവനന്തപുരത്ത് വെച്ചാണ്. നമ്മളിപ്പോൾ പ്രതിനിധികളായിട്ട് ഏതാണ്ട് 900-ഓളം അംഗങ്ങളെയാണ് ഇവിടെ നടക്കുന്ന 15, 16 തീയതികളിൽ നടക്കുന്ന ജില്ലാ സമ്മേളനത്തിനായിട്ട് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. ആ പ്രതിനിധികൾ എല്ലാവരും പങ്കെടുക്കുക. അതിനകത്ത് വളരെ നല്ല തോതിലുള്ള സമ്മേളനങ്ങളും പരിപാടികളും പ്രോഗ്രാമുകളുമാണ് നമ്മൾ ചാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ സിമ്പോസിയത്തിന് വെച്ചിരിക്കുന്ന മാറ്റം എന്ന് പറയുന്നത് കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധി, സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും ഭാവി. നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും അതോടൊപ്പം പെൻഷൻകാർക്കും 18% DA കുടിശ്ശികയായിട്ട് നിൽക്കുന്നു. അതോടൊപ്പം സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും 1/7/2019 തൊട്ട് നടപ്പാക്കിയ പെൻഷൻ പരിഷ്കരണത്തിൻ്റെയും ശമ്പള പരിഷ്കരണത്തിൻ്റെയും കുടിശ്ശികകൾ ലഭ്യമാകാത്ത സാഹചര്യങ്ങൾ നിൽക്കുന്നു. അതോടൊപ്പം അടുത്ത പെൻഷൻ പരിഷ്കരണം, ശമ്പള പരിഷ്കരണവും 1/7/2024 തൊട്ട് നടപ്പാക്കേണ്ടതാണ്. കഴിഞ്ഞ പരിഷ്കരണം നടപ്പാക്കി 1/7/2019 തൊട്ടാണ്. ഓരോ 5 വർഷം കൂടുമ്പോഴുമാണ് കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ അധ്യാപകരുടെയും പെൻഷൻ പരിഷ്കരണവും ശമ്പള പരിഷ്കരണവും നടപ്പാക്കേണ്ടത്. അതൊക്കെ പെൻഡിംഗ് ആയിട്ട് നിൽക്കുന്ന സാഹചര്യം. അടുത്ത പെൻഷൻ പരിഷ്കരണം 1/7/2024 1 മാസത്തെ 6 മാസത്തിൽ താഴെ മാത്രമേ അടുത്ത പെൻഷൻ പരിഷ്കരണത്തിനും ശമ്പള പരിഷ്കരണത്തിനും സമയമുള്ളൂ. ഇതുവരെ കമ്മീഷനെ വെക്കാനോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനോ സർക്കാർ ശ്രമിച്ചിട്ടില്ല എന്നുള്ള കാര്യം നമ്മുടെ മുന്നിലേക്കുന്നു. അതോടൊപ്പമാണ് 6 ഗഡു ക്ഷാമാശ്വാസ കുടിശ്ശിക
1/7/2020 ക്ഷാമാശ്വാസം തന്നതിന് ശേഷം സർക്കാർ ഇതുവരെ സർക്കാർ ജീവനക്കാർക്കോ അധ്യാപകർക്കോ പെൻഷൻകാർക്കോ ക്ഷാമാശ്വാസം നൽകാത്ത ഒരു സാഹചര്യം. ഇതിനു മുമ്പ് കേരളത്തിൽ അങ്ങനെ ഒരു സംഭവവും കേരളത്തിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. 1956 ശേഷം പല ഗവൺമെന്റുകൾ, ഇടതുപക്ഷ ഗവൺമെന്റ് അധികാരത്തിൽ വന്നിട്ടുണ്ട്, UDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നിട്ടുണ്ട്. ചില കാലതാമസങ്ങളൊക്കെ ക്ഷാമാശ്വാസവും ക്ഷാമബത്തയിലൊക്കെ നൽകുന്നതിൽ കാലതാമസം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ 3.5 വർഷത്തോളം ക്ഷാമാശ്വാസവും ക്ഷാമബത്തയും നൽകുന്ന കാര്യത്തിൽ ഇതിനും ഒരു സർക്കാരും ഇങ്ങനെ ഒരു ഡിലേ വന്നിട്ടില്ല. 1/7/2020 ശേഷം 1 രൂപയുടെ പോലും വർധനവ് കേരളത്തിൽ പെൻഷൻകാർക്കോ സർക്കാർ ജീവനക്കാർക്കോ അധ്യാപകർക്കോ കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ള വളരെ ദുരവസ്ഥ കേരളത്തിൽ നിലനിൽക്കത്തിൽ വീട് നഷ്ടപ്പെട്ട ശ്രീ വിപിൻ ദാസ് വിപിൻ ദാസ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഞങ്ങളവിടെ വീട് നിർമ്മിച്ച് നൽകിയിട്ടുണ്ട്. അതിൻ്റെ കല്ലിടൽ കർമ്മം നടത്തിയത് മുഖ്യമന്ത്രിയായിരുന്ന അന്നത്തെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ബഹുമാനപ്പെട്ട ശ്രീ ഉമ്മൻചാണ്ടി അവറുകളായിരുന്നു. കേരളത്തിൽ 6 മറ്റ് ജില്ലകളിൽ തീരപ്രദേശങ്ങളിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് 6 വീടുകൾ കൂടി സംഘടന നിർമ്മിച്ച് നൽകിയിട്ടുണ്ട്. രോഗികളായിട്ടുള്ളവർക്ക് കേരളത്തിൽ പല മേഖലകളിലൊക്കെ ഞങ്ങൾ അവർക്ക് ചികിത്സാ സഹായം നൽകുന്നുണ്ട്. വീട് നിർമ്മിച്ചു വരികയും വീടിൻ്റെ അതിൻ്റെ റിപ്പയർ വർക്ക് ചെയ്യുന്നതിനൊക്കെ സഹായിക്കുന്ന സാമൂഹ്യ ക്ഷേമ മേഖലകളിൽ കൂടി നിൽക്കുന്ന പെൻഷൻ സംഘടനയാണ് ഇത്. കൊട്ടിഘോഷിച്ച ഒരു ചികിത്സാ പദ്ധതിയാണ് മെഡിസിപ്പ് എന്ന് പറയുന്നത്. ഞങ്ങളിൽ നിന്ന് 500 രൂപ ബലമായിട്ട് പിടിച്ചു വാങ്ങിക്കുക. ഏതൊരു ഇൻഷുറൻസിനും ഒപ്പിട്ട് കൊടുത്താൽ മാത്രമാണ് പൈസ വാങ്ങിക്കാൻ പാടുള്ളൂ. ഇത് ബലമായിട്ട് 5.5-6 ലക്ഷം വരെ പെൻഷൻകാരും അത്ര തന്നെ ജീവനക്കാരും 12 ലക്ഷം ജീവനക്കാരെ 500 രൂപ വെച്ച് 6000 രൂപ ഒരു മാസം ഒരു വർഷം പിടിക്കുന്നു. അതിൽ 6000 കോടി പൈസ കളക്ട് ചെയ്തതിൽ 5000 കോടിയാണ് ഇൻഷുറൻസുകാർ കൊടുക്കുന്നത്. അത് തന്നെ എല്ലാ ആസ്പത്രികളിലും ആ സൗകര്യങ്ങൾ കിട്ടുന്നില്ല. ആസ്പത്രി ഇപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾക്ക് 1000 കോടി രൂപ കുടിച്ചു തരാനുണ്ട്. നമ്മളിൽ നിന്ന് കൃത്യമായിട്ട് പൈസ ഇരിക്കുകയായിരുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട പല കുടുംബങ്ങളിലും ചികിത്സയ്ക്ക് പൈസ ഇല്ലാതെ കഷ്ടപ്പെടുന്ന സാഹചര്യം ഞങ്ങൾ നേരിട്ട് ബോധ്യപ്പെടുന്നതാണ്. അവർക്ക് ലഭിക്കേണ്ടതായ ഒരു സർക്കാരിനെ സംബന്ധിച്ച് പ്രിയോറിറ്റി കൊടുക്കേണ്ട ആ മേഖലയിൽ പ്രിയോറിറ്റി കൊടുക്കാതെ അതിനെതിരെ തികച്ചും ഒരു പുകന്തിരിക്കുന്ന അല്ലെങ്കിൽ അതിനൊക്കെ വളരെ അവഗണിക്കുന്ന രീതിയിലുള്ള ഒരു സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഈ സംഘടിക്കുന്നതും അല്ലെങ്കിൽ വീണ്ടും ഒരു സംഘടനാ ശക്തിയായിട്ട് നിലനിൽക്കുന്നതും ഒന്നും പുതിയ ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയല്ല. ഞങ്ങൾ സർക്കാരിനോട് ഒരിക്കലും തന്നെ പുതിയ ആനുകൂല്യങ്ങളെ കുറിച്ച് പറയുന്നില്ല. നമ്മൾക്ക് കാലാകാലങ്ങളായി സർക്കാരുകൾ അനുവദിച്ചു തന്നിട്ടുള്ളതും നമ്മൾ അനുഭവിക്കേണ്ടതുമായ സാമൂഹികമായിട്ടുള്ള ഒരു സുരക്ഷിതത്വത്തിന്റെ ഭാഗമായി ലഭിക്കേണ്ട പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും കൃത്യമായി നൽകുക എന്നുള്ളത് മാത്രമാണ് ഞങ്ങളുടെ ആവശ്യം.